നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനൊരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ ലോകത്തില്ലാത്തൊരാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ സ്പർശിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടഞ്ഞു പോകുന്നു. ഇതെന്തുകൊണ്ടാണ്? അവർ നിങ്ങളെ കാണാൻ വന്നതാണോ? പലർക്കും ഇത് പേടി ഉണ്ടാക്കുന്നതെന്നാണല്ലേ. എന്നാൽ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. ഇന്ന് നമ്മൾക്ക് ഇതിനു പിന്നിലുള്ള സയന്റിഫിക് ട്രൂത്ത് എന്താണെന്ന് നോക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആകുന്നില്ല. പ്രത്യേകിച്ച് REM സ്ലീപ്പിൽ ബ്രെയിൻ നല്ല ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് ലോജിക് വളരെ കുറവും ഇമോഷൻസ് വളരെ കൂടുതലുമായിരിക്കും. ന്യൂറോ സയൻസ് പറയുന്നത് ഡ്രീംസ് എന്ന് പറയുന്നത് മെമ്മറിയും അതുപോലെ ഇമോഷണൽ പ്രോസസ്സിങ്ങും കൂടെ ചേരുന്നതാണ് എന്നാണ്. അതായത് നമ്മൾ ദിവസേന എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വികാരങ്ങളും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഡ്രീംസ് എന്ന് പറയുന്നത്. ഒരാളെ നഷ്ടപ്പെട്ടതിന് ശേഷം അയാളെ സ്വപ്നത്തിൽ കാണുന്നത് വളരെ കോമൺ ആയ ഒരു കാര്യമാണ്. 50 മുതൽ 60% ആളുകളിൽ ഇങ്ങനെ ഡ്രീംസ് ഉണ്ടാകാറുണ്ട്. ഇതിന് കാരണം ഇമോഷണൽ കണക്ഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ആ നഷ്ടപ്പെട്ട വ്യക്തിയുമായി നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഇമോഷണൽ കണക്ഷൻ അത് സ്ട്രോങ് ആയിരുന്നു. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ബ്രെയിൻ ആ ഒരു കണക്ഷനെ സഡൻ ആയിട്ട് കട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അതിനെ കട്ട് ചെയ്ത് കളയില്ല. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഒരു വെർച്വൽ റീയൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വെർച്വൽ റീയൂണിയന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അവരെ സ്വപ്നത്തിൽ കാണുന്നത്. ഒരാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് അവരോടുള്ള ആ ഒരു എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലേ. നമ്മൾ ചിലപ്പോൾ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടാകാം. അവരോട് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ഒരു സോറി പറയേണ്ടതായിട്ടുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്തരത്തിൽ സോൾവ് ചെയ്യാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാത്ത അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ബ്രെയിൻ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഇമോഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ ഇമോഷൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഒരു ക്ലോഷർ നൽകാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തിരിച്ചു ആകാം കേട്ടോ. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത ക്രൂരതകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇമോഷൻസ് വരാം അല്ലേ. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ക്രൂരതകൾ അതിന്റെ ഭാഗമായിട്ടും അവർ നിങ്ങളുടെ സ്വപ്നത്തിൽ വരാം. ഇത് പേടിക്കേണ്ട കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. നിങ്ങളുടെ ബ്രെയിൻ ഹീലിംഗ് പ്രോസസ്സിലാണ്. പലപ്പോഴും സ്വപ്നത്തിൽ അവരെ നമ്മൾ സന്തോഷത്തോടെ കാണുന്നു. അത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്കൊരു ആശ്വാസം തരുന്നതാണ്. അതുവഴി നിങ്ങളെ ഒന്ന് കാമാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നീ ഓക്കെ ആണ് അല്ലെങ്കിൽ നീ ഓക്കെ ആകണം എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ബ്രെയിൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആ സമയത്ത് വളരെ റിയൽ ആയിട്ട് തോന്നി, ആ വ്യക്തി എൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അയാൾ എന്നെ തൊടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് പലരും പറയുന്നൊരു കാര്യമാണ്. കാരണം REM സ്ലീപ്പ് സമയത്ത് ഇമോഷണൽ ബ്രെയിൻ ഹൈലി ആക്റ്റീവ് ആയിരിക്കും, ലോജിക്ക് ലെസ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ യാഥാർത്ഥ്യമായിട്ട് അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പലരും ചിന്തിക്കും, ഇതൊരു സൈൻ ആണോ, ഇനി അവരെന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നതാണോ? സൈക്കോളജി പ്രകാരം ഇതൊരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ അല്ല. പലരും പറയാറുണ്ട് ആത്മാവ് നമ്മുടെ അടുത്ത് വന്നതാണ് എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഇത് മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ്, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അവരോടുള്ള ലവ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, നിങ്ങളും അവരുമായിട്ടുള്ള മെമ്മറീസ്, അത് ബാഡ് ആകാം ഗുഡ് ആകാം, ആ ഒരു റിഫ്ലക്ഷനാണ് ആ സ്വപ്നമായിട്ട് കാണുന്നത്. ഒരാള് നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ അവരെ മറക്കണമെന്നില്ല. നമ്മളുടെ ഉള്ളിൽ അവരുടെ ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. ആ ഓർമ്മകളിൽ അവർ തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. ചിലപ്പോൾ സ്വപ്നങ്ങളിൽ കൂടി അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതല്ല, നിങ്ങളുടെ മനസ്സ് അവരെ വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അത്രമേൽ സ്നേഹിച്ചവർ തമ്മിൽ പൂർണ്ണമായി വിട്ടുപോകുന്നത് അസാധ്യമാണല്ലേ. ഇത്തരത്തിൽ സൈക്കോളജി റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. താങ്ക്